മിക്ക ട്രേഡേഴ്സും വിചാരിക്കുന്നത് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടിയാൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നാണ്. നിങ്ങൾ ഒരേ സമയം ഒരുപാട് ചാർട്ടുകൾ ഓപ്പൺ ചെയ്ത് വെക്കും, ഡസൻ കണക്കിന് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യും. ഒരു പെർഫെക്റ്റ് എൻട്രിക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴും ടൈം ഫ്രെയിമുകൾ സ്വിച്ച് ചെയ്ത് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ ഒരു തീരാത്ത തിരച്ചിലിൻ്റെ പിന്നാലെ പോകുന്നതാണ് നിങ്ങളെ തുടർച്ചയായിട്ടുള്ള ലോസുകളിലേക്ക് തള്ളിവിടുന്നത്. യഥാർത്ഥത്തിൽ നല്ലൊരു ക്ലാരിറ്റിയുടെയും കൺസിസ്റ്റൻ്റ് പ്രോഫിറ്റിൻ്റെയും രഹസ്യം ഇതിൽ മിക്കതും ഒഴിവാക്കുന്നതിലാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ ട്രേഡിംഗ് ലോസിന് കാരണം മിസ്റ്റേക്സ് അല്ല, അത് നിങ്ങളുടെ സ്ക്രീനാണ് എന്നതാണ് സത്യം. ഇത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് പ്രോഫിറ്റബിൾ ട്രേഡിങ്ങിന് വേണ്ട 2 ടൈം ഫ്രെയിംസ് ആണ്. ഈ 2 ടൈം ഫ്രെയിമുകളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത് വഴി എങ്ങനെ മാർക്കറ്റിലെ ആവശ്യമില്ലാത്ത നോയ്സ് ഫിൽട്ടർ ചെയ്യാമെന്നും വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്നും മനസ്സിലാക്കാനുള്ള അവസരമാണ് ഇവിടെ. അവസാനം നിങ്ങൾക്ക് ഊഹങ്ങൾ നിർത്തി കോൺഫിഡൻസോടെ ട്രേഡ് ചെയ്യാൻ വേണ്ട ക്ലാരിറ്റി എങ്ങനെ കിട്ടുമെന്നുമാണ് പറഞ്ഞു വരുന്നത്. ഇതൊരു മാജിക് ഇൻഡിക്കേറ്ററിനെ കുറിച്ചുള്ള വീഡിയോ അല്ല, ഇത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ വരുത്തേണ്ട ഒരു ചെറിയ മാറ്റത്തെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. ഈ ഒരു മാറ്റം നിങ്ങൾ മാർക്കറ്റിനെ നോക്കിക്കാണുന്ന രീതിയെ തന്നെ എന്നേക്കുമായിട്ട് മാറ്റിമറിക്കും. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ആദ്യമായിട്ട് ഈ പ്രോബ്ലം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഡ്രോയിങ് ഇൻ ഡേറ്റ, ഫാളിംഗ് ഇൻ പ്രാക്ടീസ്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് നല്ല പരിചയം തോന്നുന്നുണ്ടോ? ഒരു അനാലിസിസ് പാരാലിസിസിന്റെ വേദന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ സ്ക്രീൻ കാണാൻ ഒരു മിഷൻ കൺട്രോൾ ഡാഷ്ബോർഡ് പോലെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുമോ? എൻട്രി എടുക്കാൻ 50 മിനിറ്റ്സ് ചാർട്ട്, ഇൻട്രാഡേ ട്രെൻഡ് അറിയാൻ ഒരു 1 അവർ ചാർട്ട്, ഒരു ബിഗർ പിക്ചറിന് വേണ്ടി ഡെയിലി ചാർട്ട്, പിന്നെ പെട്ടെന്നുള്ള മൂവ്സ് മിസ്സാവാതിരിക്കാൻ ഒരു 5 മിനിറ്റ് ചാർട്ട്. ഇതിനെല്ലാം പുറമെ നിങ്ങൾ RSI, MACD, പിന്നെ ഓൺലൈനിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങുന്ന ഏതെങ്കിലും ഒരു കസ്റ്റം ഇൻഡിക്കേറ്റർ കൂടി യൂസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ 15 മിനിറ്റ് ചാർട്ട് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നു, പക്ഷേ 1 അവർ ചാർട്ട് നോക്കുമ്പോൾ അതൊരു ബിയറിഷ് ആണ് എന്ന് പറയുന്നു. ഡെയിലി ചാർട്ടിൽ നല്ലൊരു അപ് ട്രെൻഡ് തന്നെയാണ്, പക്ഷേ 5 മിനിറ്റ് ചാർട്ടിൽ ഒരു മോശം ബിയറിഷ് ക്യാൻഡിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ആകെ ഒരു സ്റ്റക്കായി പോകുന്ന അവസ്ഥയിലാണുള്ളത്. നിങ്ങൾ ഒരു തീരുമാനമെടുത്ത് വരുമ്പോഴേക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ട്രേഡ് മൊത്തത്തിൽ മിസ്സായി. അതിലും മോശമായിട്ട് നിങ്ങൾ വൈകി എൻട്രി എടുത്ത് ഒരു ലോസ് കൂടി ബുക്ക് ചെയ്യപ്പെടുന്നു. 5 മിനിറ്റ്, 15 മിനിറ്റ്, 1 അവർ, ഡെയിലി ഇൻഡിക്കേറ്റേഴ്സ്, സിഗ്നൽസ്, അലേർട്സ്, ഇതെല്ലാം ചേർന്ന് നിങ്ങളെ റിച്ച് ആക്കിയോ എന്നുള്ളതാണ് ചോദ്യം. അല്ലെങ്കിൽ ഇവയെല്ലാം ചേർന്ന് നിങ്ങളെ കാര്യമായിട്ട് കൺഫ്യൂസ് ചെയ്തു. ഈ ഒരു വല്ലാത്ത സൈക്കിളാണ് മിക്ക ട്രേഡേഴ്സിനെയും ഒരു നല്ല വിജയം നേടുന്നതിൽ നിന്ന് കൂടുതലായിട്ടും തടയുന്നത്. കൂടുതൽ ഡേറ്റ നമുക്കൊരു എഡ്ജ് തരുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, പക്ഷേ സത്യത്തിൽ നമുക്ക് കിട്ടുന്നത് കൂടുതൽ കൺഫ്യൂഷൻസ് മാത്രമാണ്. ഓരോ ടൈം ഫ്രെയിമും പറയുന്നത് ഓരോ ഡിഫറെൻറ്റ് കഥകളായിരിക്കും. ഇതെല്ലാം ഒരേ സമയം കേൾക്കാൻ ശ്രമിക്കുമ്പോൾ മൊത്തത്തിലൊരു ക്ലാരിറ്റി ഇല്ലായ്മ അല്ലെങ്കിൽ കൺഫ്യൂഷൻ്റെ ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ വെച്ച് ട്രേഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് വെച്ച് ട്രേഡ് ചെയ്യാൻ തുടങ്ങും. അതായത് പേടി, ഗ്രീഡിനെസ്, നിരാശ, ഇതെല്ലാം നിങ്ങളുടെ ഒരു മെൻ്റൽ എനർജി മാത്രമല്ല കളയുന്നത്, നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടും കാലിയാക്കും. ഈ സംശയങ്ങൾ കാരണം നിങ്ങൾ ഓവർ ട്രേഡിങ്ങിലേക്കും റിവഞ്ച് ട്രേഡിങ്ങിലേക്കും ഒക്കെ മാറിക്കൊണ്ടേയിരിക്കും. അവസാനം നിങ്ങളുടെ കോൺഫിഡൻസ് മൊത്തത്തിൽ നഷ്ടപ്പെടും. നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. ദ അജിറ്റേഷൻ, ദ ട്രൂ കോസ്റ്റ് ഓഫ് കോംപ്ലക്സിറ്റി. അപ്പോൾ ഇത് കുറച്ച് ട്രേഡുകൾ നഷ്ടപ്പെടുന്ന കാര്യം മാത്രമല്ല അല്ലേ, നമ്മളെ മാനസികമായിട്ട് തളർത്തുന്ന ഒരു സ്ലോ പ്രോസസ്സ് കൂടിയാണ്. ഇതൊക്കെ ചെയ്യാൻ കഴിവുണ്ടെന്ന് നിങ്ങൾക്കറിയാം, എന്നിട്ട് വിജയിക്കാൻ പറ്റുന്നില്ല എന്നൊരു തോന്നലാണ് നിങ്ങളെ വല്ലാതെ അലട്ടുന്നത്. എന്താണ് എനിക്ക് മിസ്സാവുന്നത് എന്ന് ചിന്തിച്ച് രാത്രി മുഴുവൻ ചാർട്ടിൽ നോക്കിയിരിക്കും. രാവിലെ എഴുന്നേറ്റ് അതേ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കും. നിങ്ങളുടെ ചാർട്ടുകൾ പരസ്പരം വിപരീതമായിട്ടുള്ള സിഗ്നലുകൾ തരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സിസ്റ്റത്തിൽ തന്നെ വിശ്വസിക്കാൻ കഴിയില്ല. ഒരു പ്രോഫിറ്റ് കിട്ടിയാൽ അത് ഭാഗ്യം പോലെ തോന്നും, ഒരു ലോസ് വന്നാൽ അത് നമ്മുടെ മാത്രം പരാജയം പോലെ തോന്നുകയും ചെയ്യും. നിങ്ങളുടെ സ്ട്രാറ്റജി ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഒരു വഴിയും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടിക്കൊണ്ടേയിരിക്കും. പ്രൈസ് ആക്ഷനിൽ നിന്ന് ഇൻഡിക്കേറ്ററുകളിലേക്ക്, സ്കാൽപ്പിങ്ങിൽ നിന്ന് സ്വിംഗ് ട്രേഡിലേക്ക്, അതാണ് ഹോളി ഗ്രേയിൽ എന്ന് വിചാരിച്ച് മൾട്ടിപ്പിൾ ടൈം ഫ്രെയിമുകളിലേക്ക്, അങ്ങനെ മാറി ട്രേഡ് ചെയ്ത് ലോസ് കൂട്ടുന്ന ഒരവസ്ഥ. പക്ഷേ ഹോളി ഗ്രേയിൽ പുതിയ സ്ട്രാറ്റജി അല്ല, പുതിയൊരു കാഴ്ചപ്പാടാണ്. പ്രശ്നം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയുടേതാണ്. നിങ്ങൾ നോക്കുന്നത് ശരിയായ മാർക്കറ്റിൽ തന്നെയാണ്, പക്ഷേ തെറ്റായ ഒരു ലെൻസിലൂടെയാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് സ്മാർട്ട് മണി, അവരൊന്നും ഡസൻ കണക്കിന് ടൈം ഫ്രെയിമുകൾക്കിടയിൽ ഇങ്ങനെ വെറുതെ ക്ലിക്ക് ചെയ്ത് കളിക്കാറില്ല. അവർ വളരെ ശാന്തമായിട്ട് എല്ലാം കണക്ക് കൂട്ടിയിട്ടുള്ള ഒരു അപ്രോച്ചാണ് എടുക്കുന്നത്. അവർ മാർക്കറ്റിൻ്റെ ബേസിക് സ്ട്രക്ചർ മനസ്സിലാക്കി അത് അവരുടെ അഡ്വാൻറ്റേജിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അവരോട് തോൽക്കുന്നത് നിർത്തണമെങ്കിൽ നിങ്ങൾ മാർക്കറ്റിനെ അവർ കാണുന്ന അതേ രീതിയിൽ കാണാൻ തുടങ്ങണം. അതിൻ്റെ തുടക്കം ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഒഴിവാക്കുന്നതിലൂടെയാണ്. റീറ്റെയിൽ ട്രേഡേഴ്സ് ക്യാൻഡിൽസിനോടാണ് റിയാക്ട് ചെയ്യുന്നത്, അതേസമയം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആ ഒരു സ്ട്രക്ചറിനോടാണ് റിയാക്ട് ചെയ്യുന്നത്. ഇതാണ് ബിഗസ്റ്റ് ഡിഫറൻസ്. നിങ്ങൾ ക്യാൻഡിൽസിനെ ചേസ് ചെയ്യുന്നു, അവർ ട്രെൻഡിനെ ഫോളോ ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? ദ 4 അവർ ആൻഡ് 1 അവർ ഫ്രെയിംവർക്ക്. ഈ ഒരു നോയ്സ് മൊത്തം അങ്ങ് ഡിലീറ്റ് ചെയ്യുക. 5 മിനിറ്റ്, 15 മിനിറ്റ്, അങ്ങനെ നിങ്ങളുടെ മെയിൻ അനാലിസിസിനുള്ള ഡെയിലി ചാർട്ട് പോലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം.
നമ്മൾ മുഴുവൻ ട്രേഡിംഗ് സിസ്റ്റവും വെറും 2 ടൈം ഫ്രെയിമുകളിലേക്ക് ബിൽഡ് ചെയ്യാൻ പോവുകയാണ്, 4 hours ആൻഡ് 1 hour. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രണ്ടും നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം? ബിഗസ്റ്റ് പിക്ചറിലെ ട്രെൻഡിനും എൻട്രി എടുക്കാനുള്ള പെർഫെക്റ്റ് ടൈമിങ്ങിനും ഇടയിലുള്ള ഒരു പെർഫെക്റ്റ് ബാലൻസ് ഇവ രണ്ടും തരുന്നുണ്ട്. 4 hour ചാർട്ട് ദിവസത്തിനുള്ളിലെ ആവശ്യമില്ലാത്ത നോയ്സിനെ ഫിൽട്ടർ ചെയ്യാൻ അത്രയും വലുതാണ്. എന്നാൽ മാർക്കറ്റിന്റെ റിതം തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട സ്വിങ്സുകൾ പിടിച്ചെടുക്കാൻ അത്രയും ചെറുതുമാണ്. 1 hour ചാർട്ടാണെങ്കിലോ ഒരു ചെറിയ മൈക്രോ ട്രെൻഡിന്റെ കൺഫ്യൂഷനിലൊന്നും പെടാതെ നമ്മുടെ എൻട്രി കൃത്യമായിട്ട് ടൈം ചെയ്യാൻ നല്ല ക്ലാരിറ്റി തരും. ഈ ഫ്രെയിംവർക്ക് നിങ്ങൾക്കൊരു റിയാക്റ്റീവ് ഗാംബ്ലിംഗിൽ നിന്ന് പ്രോസസ് ഡ്രിവൺ ട്രേഡറാക്കി മാറ്റും. ഇതിൽ ഓരോന്നിൻ്റെ റോൾ എന്താണ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ദ 4 hour ചാർട്ട് യുവർ സ്ട്രാറ്റജിക് മാപ്പ്. 4 hour ചാർട്ടിനെ നിങ്ങളുടെ ഒരു സ്ട്രാറ്റജിക് മാപ്പായിട്ട് നിങ്ങൾ കാണേണ്ടതുണ്ട്. അതിൻ്റെ ജോലി ഒന്ന് മാത്രമാണ്: ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിനെ ഏത് ഡയറക്ഷനിലേക്കാണ് തള്ളിക്കൊണ്ടു പോകുന്നത് എന്ന് നിങ്ങളോട് പറയുക. അതാണ് നിങ്ങളുടെ ഡയറക്ഷണൽ ബയാസ്. നമ്മളിവിടെ എൻട്രിക്ക് വേണ്ടിയല്ല നോക്കുന്നത്, നല്ല ഭംഗിയുള്ള ക്യാൻഡിൽ പാറ്റേണിന് വേണ്ടിയും നമ്മളിങ്ങനെ തിരഞ്ഞുകൊണ്ടേയിരിക്കില്ല. നമ്മൾ സ്ട്രക്ചറിന് വേണ്ടി മാത്രമാണ് നോക്കുന്നത്. 4 hour ചാർട്ടിൽ ബാങ്കുകളുടെയും ഹെഡ്ജ് ഫണ്ടുകളുടെയും ഫുട് പ്രിൻറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അവർ പതിയെ പൊസിഷൻസ് ബിൽഡ് ചെയ്യുകയാണോ, അതോ ഹയർ ലോസ് ഉണ്ടാക്കി വരുന്ന സെല്ലിങ്ങിനെ അബ്സോർബ് ചെയ്യുകയാണോ, അതോ അവർ അവരുടെ ഹോൾഡിങ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണോ, പുതിയ ഹയർ ഹൈസ് ഉണ്ടാക്കുന്നതിൽ ഫെയിലായി വീക്ക്നെസ് കാണിക്കുകയാണോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്കാണ് 4 hour ചാർട്ട് ഉത്തരം തരുന്നത്. ഇത് നിങ്ങളുടെ യഥാർത്ഥ ട്രെൻഡ് കാണിച്ചു തരും. അതായത് സ്മാർട്ട് മണി കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നർത്ഥം. അപ്പോൾ ഈ ടൈം ഫ്രെയിമിൽ നിങ്ങളുടെ ഒരേ ഒരു ജോലി മാർക്കറ്റിലെ മെയിൻ ഫ്ലോ എങ്ങോട്ടാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. ചാർട്ടിൽ വ്യക്തമായി ഹയർ ഹൈസും ഹയർ ലോസും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബയാസ് ബുള്ളിഷാണ്. നിങ്ങൾ ബൈ ചെയ്യാൻ മാത്രമേ നോക്കാൻ പാടുള്ളൂ. ഇനി ലോവർ ഹൈസും ലോവർ ലോസുമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബയാസ് ബിയറിഷാണ്. നിങ്ങൾ വിൽക്കാൻ, അതായത് സെൽ ചെയ്യാൻ മാത്രമേ നിങ്ങളിവിടെ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. ഇനി ചാർട്ട് ആകെ കുഴഞ്ഞു മറിഞ്ഞ് ചോപ്പിയായിട്ട് സൈഡ് വേസ് പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഈ ഒരു അപ്രോച്ചിൻ്റെ ഏറ്റവും വലിയ ശക്തി ഇത് നിങ്ങളെ കൊണ്ട് മോശം ട്രേഡുകൾ എടുപ്പിക്കില്ല എന്നുള്ളതാണ്. ദ 1 hour ചാർട്ട്, ദ എക്സിക്യൂഷൻ ടൂൾ. ദ 4 hour ചാർട്ട് നമുക്ക് ഒരു ഡയറക്ഷണൽ ബയാസ്, അതായത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എപ്പോൾ ആണ് ഈ ഒരു ട്രേഡ് എടുക്കേണ്ടത് എന്ന ചോദ്യത്തിനായിട്ട് 1 hour ചാർട്ടിലേക്ക് വരികയാണ്. 1 hour ചാർട്ട് നമ്മുടെ എക്സിക്യൂഷൻ ടൂളാണ്. അതിൻ്റെ ഒരേ ഒരു പർപ്പസ് ആ ഒരു 4 hour ട്രെൻഡിൻ്റെ ഡയറക്ഷനിൽ ഒരു ലോ റിസ്ക് ഹൈ പ്രോബബിലിറ്റി എൻട്രി പോയിന്റ് കണ്ടെത്താൻ സഹായിക്കുക എന്നതാണ്. അപ്പോൾ ഒരു 4 hour ചാർട്ട് നല്ലൊരു അപ് ട്രെൻഡിലാണ് എന്ന് വിചാരിക്കുക. നമ്മൾ കണ്ണും പൂട്ടി ചാടിക്കയറി ബൈ ചെയ്യുന്നില്ല. അതിനെയാണ് നമ്മൾ ചേസിങ് ദ മാർക്കറ്റ് എന്ന് പറയുന്നത്. അക്കൗണ്ടുകൾ കാലിയാക്കുന്ന ഒരു ക്ലാസിക് മിസ്റ്റേക്കാണിത്. നമ്മൾ 1 hour ചാർട്ടിൽ ഒരു പുൾ ബാക്കിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്നു. പ്രൈസ് ഒന്ന് താഴേക്ക് വന്ന് മെയിൻ ട്രെൻഡിന് എതിരെ മൂവ് ചെയ്ത് ഒരു ലോജിക്കൽ സപ്പോർട്ട് ഏരിയയിലേക്ക് വരുന്നത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഈ പുൾ ബാക്കാണ് എല്ലാം. മാർക്കറ്റ് കാം ആയിരിക്കുമ്പോൾ എൻട്രി എടുക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. അല്ലാതെ മാർക്കറ്റ് ആകെ കൺഫ്യൂഷൻ ആയിരിക്കുമ്പോൾ ഒരു എൻട്രി നമ്മളെ കൂടി കൺഫ്യൂഷനിലാക്കും. ഒരു വലിയ ബുള്ളിഷ് മൂവിൻ്റെ ഇടയ്ക്ക് താൽക്കാലികമായിട്ട് വരുന്ന ഒരു വീക്ക്നെസ്സിൻ്റെ സമയത്താണ് നമ്മൾ ബൈ ചെയ്യുന്നത്. 1 hour ചാർട്ട് നമുക്ക് കാണിച്ചു തരുന്നത് മാർക്കറ്റ് ഒന്ന് ശ്വാസം എടുക്കുന്നതാണ്. അതായത് അടുത്ത വലിയൊരു മൂവിന് മുമ്പുള്ള ഒരു പുൾ ബാക്ക്. ഈ പുൾ ബാക്ക് കഴിഞ്ഞും 4 hour ട്രെൻഡ് വീണ്ടും തുടരാൻ റെഡിയാണ് എന്ന് കാണിക്കുന്ന ഒരു സിഗ്നലിന് വേണ്ടിയാണ് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ റിസ്ക് ഡിഫൈൻ ചെയ്യുന്നത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആ ഒരു 1 hour ചാർട്ടിലെ പുൾ ബാക്ക് സ്ട്രക്ചറിന് തൊട്ട് താഴെയായിട്ട് വെക്കുന്നു. നമ്മുടെ എൻട്രിക്ക് 1 hour ചാർട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു ഡെയിലി ചാർട്ട് വെച്ച് എടുക്കുന്നതിനേക്കാൾ വളരെ ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ റിസ്ക് ടു റിവാർഡ് റേഷ്യോ ഒരുപാട് മെച്ചപ്പെടുത്തുകയും ചെയ്യും. അൾട്ടിമേറ്റ്ലി ദ 4 hour ബിഗ് മണി ഫ്ലോ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. 1 hour ദ പ്രിസിഷൻ എൻട്രിക്കായിട്ട് സഹായിക്കുന്നു. ഒരുപാട് ട്രേഡുകൾ ഡെയിലി വേണ്ട എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കും. 1 ഹൈ ക്വാളിറ്റി ട്രേഡ് തന്നെ നമ്മൾക്ക് ബെറ്റർ പ്രോഫിറ്റ് കൊണ്ടുതരും. അപ്പോൾ ഇവ രണ്ടും ചേരുമ്പോഴാണ് ആ ഒരു മാജിക് നടക്കുന്നത്. 4 hour ചാർട്ട് നിങ്ങളെ മാർക്കറ്റിൻ്റെ ശരിയായ സൈഡിൽ നിർത്തുകയും 1 hour ചാർട്ട് നിങ്ങളെ കൊണ്ട് ശരിയായ സമയത്ത് എൻട്രി എടുപ്പിക്കുകയും ചെയ്യുന്നു. ഒരു 1 hour ചാർട്ടിൽ ഒരു കൺഫർമേഷൻ സിഗ്നലിനായിട്ട് നമ്മൾ നോക്കിയിരിക്കുക. ഇത് വലിയ പ്ലെയേഴ്സ് വീണ്ടും മാർക്കറ്റിലേക്ക് വരുന്നുവെന്നും ട്രെൻഡ് തുടരാൻ സാധ്യതയുണ്ട് എന്നും നിങ്ങളോട് പറയുന്നു. നിങ്ങളൊരു ഡിഫൈൻ ചെയ്ത റിസ്കിൽ എൻട്രി എക്സിക്യൂട്ട് ചെയ്യുക. നിങ്ങൾ എൻട്രി എടുക്കുക, 1 hour സ്ട്രക്ചറിനനുസരിച്ച് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. എന്നിട്ട് ആ വലിയ 4 hour പിക്ചറിനെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ ടാർഗറ്റ് തീരുമാനിക്കുക. ഈ സിസ്റ്റം നിങ്ങളെ ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരികയും നിങ്ങൾ ഓവർ ട്രേഡ് ചെയ്യാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇത് എനിക്കൊരു ട്രേഡ് കണ്ടുപിടിക്കണം എന്ന മൈൻഡ് സെറ്റിൽ നിന്ന് എൻ്റെ ട്രെൻഡിന് വേണ്ടി ഞാൻ കാത്തിരിക്കും എന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങളെ എത്തിക്കും. നിങ്ങളുടെ ട്രേഡിംഗ് സിമ്പിളാക്കുക എന്ന ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഒന്ന് അമർത്തി വെച്ചേക്കുക. ഒരു പ്രോ ട്രേഡിംഗ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന ഇതുപോലെയുള്ള ഒരുപാട് പ്രാക്ടിക്കൽ സ്ട്രാറ്റജികൾ നമ്മുടെ ചാനലിലുണ്ട്. ഇനിയും ഒരുപാട് വീഡിയോസ് അതേ ഡയറക്ഷനിൽ വരാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രേഡിങ്ങിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒറ്റ കാര്യം എന്താണ്, അത് കമൻറ്റുകളായിട്ട് അറിയിക്കുക. ഇന്നു മുതൽ നിങ്ങൾ നോയ്സ് ട്രേഡർ ആണോ സ്ട്രക്ചർ ട്രേഡർ ആണോ ഇതുകൂടി കമൻറ്റായിട്ട് അറിയിക്കുക. ഇതുപോലെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം.
വർഷങ്ങളായി നിങ്ങൾക്ക് കൂടുതൽ ഇൻഫോർമേഷൻസ് വേണം എന്ന് പലരും പറഞ്ഞിട്ടുണ്ടാവും. കൂടുതൽ ഇൻഡിക്കേറ്റേഴ്സ്, കൂടുതൽ സ്ക്രീനറുകൾ, കൂടുതൽ സ്ട്രാറ്റജികൾ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ കുറച്ച് പരീക്ഷിക്കാനാണ്. ദ പ്രോഫിറ്റബിൾ ട്രേഡിംഗ് എന്നത് പറയുന്നത് കോംപ്ലക്സിറ്റിയിൽ മാസ്റ്റർ ആവുന്നതല്ല, അത് ക്ലാരിറ്റി ഉണ്ടാക്കുന്നതിലാണ്. ആവശ്യമില്ലാത്ത നോയ്സ് ഡിലീറ്റ് ചെയ്ത് 4 അവർ 1 അവർ ചാർട്ടുകളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ മാർക്കറ്റിലെ ഓരോ ചെറിയ ചലനങ്ങളോടും റിയാക്ട് ചെയ്യുന്നത് നിർത്തും. എന്നിട്ട് അതിൻ്റെ യഥാർത്ഥ ഋതത്തിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങും. 4 അവർ ചാർട്ട് നിങ്ങളോട് ഒരു കഥ പറഞ്ഞു തരും. 1 അവർ ചാർട്ട് നിങ്ങളെ കൊണ്ട് ആ ഒരു കഥയുടെ ക്ലൈമാക്സ് കൃത്യമായിട്ട് എഴുതിക്കും. ഒരു ചെറിയ ടൈം ഫ്രെയിമിലൂടെ ഈ നോയ്സിൽപ്പെട്ട് കിടക്കുന്നത് നിർത്തുക. ഈ സിസ്റ്റം ആവശ്യപ്പെടുന്ന സ്ട്രക്ചറും ക്ഷമയും നിങ്ങൾ സ്വീകരിക്കുക. ട്രേഡുകളുടെ എണ്ണം കുറയ്ക്കുക, പക്ഷേ ഏറ്റവും മികച്ച ട്രേഡുകൾ മാത്രം ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടും അതുപോലെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തും അതിന് നിങ്ങളോട് നന്ദി പറയും. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.